ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെടികളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ചെടികള് ഒന്ന് നനക്കാനും പിന്നെ ചെടിയുടെ ഉള്ളിലുള്ള ചവറുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനൊക്കെ ഒന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെടി ഇരിക്കുന്നിടത്ത് മെയിൻ സ്വിച്ച് അവിടുന്ന് കുറേ ചവറൊക്കെ വീണിട്ടുണ്ട്. കിളികൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കൂട് കൂട്ടിയിട്ട് പിന്നെ ചെടിയൊക്കെ ഒന്ന് എടുത്ത് സൈഡിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് ഇലകളൊക്കെ ഒന്ന് പറക്കി സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇതാ നിറയെ ചവറ് കിടക്കുന്നുണ്ട് ഈ സൈഡില് മെയിൻ സ്വിച്ചിന്റെ ഭാഗത്ത്. അപ്പൊ അങ്ങനെ ആ ഭാഗത്തുള്ള ചെടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചവറെല്ലാം എല്ലാത്തിന്റെ ഉള്ളിലും നല്ല ചവറുണ്ട്. പിന്നെ മാവ് പിലാവൊക്കെ സൈഡിലുള്ള കാരണം കൊണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി ഇത് കണ്ടില്ലേ, കിളികളെ കൊടുന്ന് വെച്ചിട്ട് ഇതിന്റെ ഉള്ളില് മെയിൻ സ്വിച്ചുള്ളില് അതില് കിളികളുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് പറക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാ ചെടികളും ഇതുപോലെ തന്നെ എടുത്തു വെക്കുന്നുണ്ട്. നമുക്ക് ആ സൈഡിലൊക്കെ ആയിട്ടായിരുന്നത്. പിന്നെ ചെറിയൊരു കൊമ്പ് 2 ഗ്ലാസ്സിൽ കുത്തി കൊടുത്തതാണ്. നല്ല ഹെൽത്തി ആയിട്ടുണ്ടായി. ആ ചെടിയൊക്കെ നല്ല ഇതായിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇതുവരെ വെച്ച് കൊടുത്തിട്ടില്ല, ഇനി വെച്ച് കൊടുക്കണം. അപ്പൊ വേറെ ബെറ്റുണിയാണിത്. അപ്പൊ ഒന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു ചട്ടിയിൽ വെച്ച് കൊടുക്കാനാണ്. ആ ചട്ടിയിൽ വേറെ ചെടികളുണ്ട്. അപ്പൊ ആ വേറെ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കഷ്ണം വെച്ച് കൊടുക്കാനാണ്. അപ്പൊ ഇത് പെട്ടെന്ന് ചെടി ബെറ്റുണിയെ പെട്ടെന്ന് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാരണം അതിൽ നിന്ന് ഒരു കഷ്ണം വെച്ച് വേറെ പിടിപ്പിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിന്റെ അടിയിൽ ഓടിന്റെ കഷ്ണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഓളുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ ചെറിയ ചട്ടിയിൽ വെക്കണം. ഇനി വലിയ ചട്ടി വാങ്ങിയിട്ട് വേണം വലിയ ചട്ടിയിൽ വെക്കാൻ. അപ്പൊ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കാർ ഷെഡില്ലേ, അപ്പൊ അതിന്റെ സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ആകുമ്പോ വെയിലൊന്നും കൊള്ളില്ലല്ലോ. ഈ ജമന്തി 2-3 തരം ജമന്തിയാണ്. അപ്പൊ ഒരുമിച്ച് കുഴിച്ചിട്ടതാണ്. ഒരുമിച്ച് കുഴിച്ചിട്ടപ്പോ നല്ല ഇതായിട്ടുണ്ടായി. ഞാനത് വെള്ളം ഒഴിച്ച് കൊടുക്കണം എല്ലാ ചെടികൾക്കും. അപ്പൊ സൈഡിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ചെടിയൊക്കെ വെള്ളം ഈ സൈഡിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞതാ മുൻവശത്തേക്ക് വന്നതാണ്. അപ്പൊ അങ്ങനെ കടലാസ് പൂവിന്റെ ചെടിയും ആന്തൂറിയും പിന്നെ വേറെ 2-4 തരം ചെടികൾ വേറെ ഉണ്ട്. അപ്പൊ അങ്ങനെ അതിലൊക്കെ വെള്ളം ഒഴിച്ച് അതിന്റെ ചവറൊക്കെ നിറയെ എടുക്കണ്ട. എന്നും എടുത്ത് മാറ്റിയാലും പിന്നെ അത്ര ചവറുണ്ടാവും ചെടികളുടെ ഉള്ളിലൊക്കെ. അപ്പൊ അങ്ങനെ മതിലിന്റെ അവിടുത്തെ ഭാഗത്താണ് വീണ്ടും വെള്ളം ഒഴിച്ചിട്ടുള്ളത്. മറ്റേ കവറിലൊക്കെ വെച്ചോട്ട് ആകെ ഇതായിരിക്കുന്നതാ. മുമ്പാടത്തെ സൈഡിലത്തെ ചെടിയാണിത്. അപ്പൊ അതിനൊക്കെ ആന്തോറിയുണ്ട്, പിന്നെ അടേണിയുണ്ട്, അങ്ങനെയുള്ള ചെടികളൊക്കെയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഉള്ളില് നനച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സൈഡില് അരി വെയിലത്തിട്ടുണ്ടായിരുന്നു, ഉറുമ്പ് വന്നിട്ടേ. അപ്പൊ അതും ഒക്കെ അതിൽക്കൊക്കെ വെള്ളമായി. അപ്പൊ അങ്ങനെ ഈ ഫ്രണ്ടിലേക്കും ഒഴിച്ച് ഈ ചെടിയൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ള ചെടിയാണ്. അപ്പൊ അരിയിലൊക്കെ വെള്ളമായി. പിന്നെ ഉറുമ്പ് വന്നിട്ട് അങ്ങനെ പുറത്തേക്ക് വെയിലത്തേക്ക് ഇട്ടതാണ് കേട്ടോ പഞ്ചസാരയും. അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ തലേ ദിവസം എടുത്ത വീഡിയോ ആണെന്ന് അറിയില്ല. അതാണിത്. ഈസ്റ്റും പാലും ഇട്ട് കൊടുത്തിട്ട് 3/4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ബൗള് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പിന്നെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു സ്വല്പം കൂടി മൈദ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അതങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മീതെ കുറച്ചും കൂടി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് വെക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് നേരം വെച്ചിട്ട് അത് കത്തിയോണ്ട് 4 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇതുപോലെ ആക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാനാണ്. അപ്പൊ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ അതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയും മൈദമാവും കൂടെ ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് മൈദ മാത്രമാണ്. ഇത് അങ്ങനെ പരത്തി കൊടുത്ത ശേഷം കുറച്ച് നെയ്യ് ഇത് ഒഴിച്ചു കൊടുത്ത് എല്ലാവർക്കും ആക്കി കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ കൊണ്ട് തന്നെ. എന്നിട്ട് സൈഡൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്.
ഒരു സൈഡ് മടക്കി ഈ ഇപ്പുറത്തെ സൈഡ് മടക്കി 2 സൈഡിലും മടക്കി കുറച്ച് നെയ്യും അതിന്റെ മീതെ ഒഴിച്ച് നടുവൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുണ്ട് കത്തി കൊണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പൊ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ ഭാഗത്തും മടക്കിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അത് പരത്തിയെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് പരത്തി ഒന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. അപ്പൊ അതിലേക്ക് ഇട്ടൊന്ന് അപ്പൊ ആ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ ഓയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്ത് ഇപ്പൊ സ്വല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെന്ത ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താല്. ഉച്ചക്കുള്ള കറികളാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്തത്. ഒന്ന് സാമ്പാറ്, പിന്നെ രസം, മീൻ വറുത്തതാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.